നമസ്കാരം. മറ്റൊരു വാർത്താ ദിനത്തിലേക്ക് കേരള വിഷൻ ന്യൂസ് കടക്കുകയാണ്. ഈ ഒരു വാരാദ്യം ആരംഭിക്കുമ്പോൾ തന്നെ ഇന്ന് ലോക ഹൃദയ ദിനമാണ്. ഹൃദയത്തിലേറ്റിയ വിജയത്തിൻ്റെ ഓർമ്മകൾ കൂടി നമുക്ക് നൽകിയ മണിക്കൂറുകൾ കൂടിയാണ് കടന്നുപോയത്. ആ ഓർമ്മകൾ കൊണ്ട് തന്നെ ഈ ഒരു ദിവസം, ഈ ഒരു വാരം തുടങ്ങുകയാണ്. എന്നാലും ഏഷ്യ കപ്പിലെ വിവാദങ്ങൾ അവിടെ കെട്ടടങ്ങിയിട്ടില്ല. കഴിഞ്ഞ ദിവസവും ഫൈനലിലെ ചില ദൃശ്യങ്ങളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിനും വലിയ രീതിയിൽ വിവാദം തീർത്ത വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തുടർന്നുള്ള ചില നടപടികളും ഒക്കെ തന്നെ ഇന്ന് നടക്കാനിരിക്കുകയാണ്. 2 ദിവസത്തേക്ക് നിയമസഭ നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ പിന്തുണയോടെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പ്രമേയം പാസ്സാക്കാൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി. അതോടൊപ്പം തന്നെ ആഗോളതലത്തിലും ചില ഭയപ്പെടുത്തുന്ന വാർത്തകൾ കൂടിയുണ്ട്. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ അജയ്യരായി നീലപ്പട. പാകിസ്ഥാനെ തോൽപ്പിച്ചത് 5 വിക്കറ്റിന്. 69 റൺസ് എടുത്ത തിലക് ശർമ്മ, വിജയ് ശില്പി. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് 9ാം കിരീടം. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സർക്കാർ നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിക്കും. പ്രമേയം കൊണ്ടുവരുന്നത് പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ. നീക്കം പട്ടിക പരിഷ്കരണത്തിന് 1ാം ഘട്ട നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച സാഹചര്യത്തിൽ. കരൂർ ദുരന്തത്തിൽ നടൻ വിജയ്ക്കും സർക്കാരിനും ഇന്ന് നിർണായകം. സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്ന TVK ഹർജി മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കും. വിജയ്ക്കും TVKയ്ക്കും എതിരായ ഹർജികളും ഇന്ന് ഹൈക്കോടതിയിൽ. അപകടത്തിൽ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് സന്ദർശിക്കും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസ് ഇന്ന് ഹൈക്കോടതിയിൽ. കാണാതായ സ്വർണ്ണപീഠം ലഭിച്ചെന്ന് ദേവസ്വം വിജിലൻസ് കോടതിയെ അറിയിക്കും. പരാതിക്കാരനായ സ്പോൺസറുടെ ആരോപണങ്ങളിൽ ദുരൂഹതയെന്നും അറിയിക്കും. സ്വർണ്ണപ്പാളികളുടെ ഭാരം കുറഞ്ഞതിലും വിശദീകരണം നൽകും. വിജിലൻസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടിക്ക് സാധ്യത. അമേരിക്കയിലെ മിഷിഗണിൽ പള്ളിയിലുണ്ടായ വെടിവെപ്പിൽ മരണം, 8 പേർക്ക് പരിക്ക്. ആക്രമണം നടത്തിയത് മുൻ സൈനികൻ. അക്രമിയെ വെടിവെച്ചു കൊന്നു. വെടിവെപ്പ് ഞായറാഴ്ച കുർബാന നടക്കുന്നതിനിടെ. അക്രമി പള്ളിക്കുള്ളിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയെന്നും പോലീസ്.